പ്രശ്നമെന്ന് വെച്ചാൽ വഴിയുടെ പ്രശ്നമാണ്. ഇപ്പോൾ ഒരാൾക്ക് രോഗം വന്നാൽ പോലും അസുഖം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പിടിച്ചുകൊണ്ട് പോകാൻ പാടാണ്. ഒരാൾ മുമ്പിലും പുറകിലുമായിട്ട് നിന്ന് വേണം പിടിച്ചുകൊണ്ട് പോകാൻ. രണ്ടുപേർക്ക് ചേർന്ന് പിടിച്ചുകൊണ്ട് പോകാനുള്ള വഴിയില്ല. കഴിഞ്ഞ ഇതിൽ ഒരു ശ്രമം നടത്തിയതാണ് പഞ്ചായത്തിൻ്റെ കുളത്തിൻ്റെ അതിലൊക്കെ, പക്ഷെ അത് ഫണ്ട് തികയത്തില്ലെന്ന് പറഞ്ഞ് പിന്നെ അത് അങ്ങ് പോയി. ഇനിയിപ്പം എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇനിയിപ്പോൾ ഇതിൽ കൂടെ ഒരു വഴി നമുക്ക് സാധ്യതയുള്ളൊരു വഴി ആണ്, പക്ഷെ അത് സ്വകാര്യ വ്യക്തികളുടെ സ്ഥലമാണ്. അത് ഏറ്റെടുത്താരേലും പൈസ മുടക്കി എന്തെങ്കിലും ചെയ്യാൻ സഹായിച്ചാൽ നമുക്കൊരു വഴി ആയേനെ. ഞങ്ങളാകെ ബുദ്ധിമുട്ടിലാണ് ജീവിക്കുന്നത്. ചേട്ടനൊരു രോഗിയാണ്, ക്യാൻസർ രോഗിയാണ്. വീട്ടുപണി എടുത്താണ് ജീവിക്കുന്നത്. ബുദ്ധിമുട്ടുകൾ ഭയങ്കരമായിട്ടുണ്ട്. ആരും സഹായിക്കാനില്ല. വീട് അനുവദിച്ചിട്ട് എന്താ പണിയാത്ത? വീട് അനുവദിച്ചിട്ട് 3 ലക്ഷം ഞാൻ പഞ്ചായത്തിൽ നിന്ന് തരും, 2 ലക്ഷം ഞാൻ കൊടുക്കണമെന്ന് പറഞ്ഞു. അതിൽ നിവൃത്തിയില്ലാഞ്ഞിട്ടാണ് വീട്ടുപണിക്ക് പോയാൽ മാത്രമൊന്നും കിട്ടില്ല. എന്താ പ്രധാന തടസ്സം? എന്താ വീട് വയ്ക്കാൻ ഞങ്ങൾക്ക് വഴിയില്ല. ഇതൊന്നും കൊണ്ടുവന്നാൽ കല്ലും മണ്ണും ഒക്കെ ഇറക്കണമെങ്കിൽ തന്നെ ഞങ്ങൾക്ക് പൈസ ഒരുപാട് ആവും. അതുകൊണ്ടാണ് ഇതൊക്കെ ചുമട്ടുകാർക്ക് തന്നെ പോകും പൈസയൊക്കെ. അതുകൊണ്ടാണ് എസ്തപ്പാൻ കോളനി അവിടെ 5-8 വീടുകളുണ്ട്. അവർ വലിയ ദുരിതത്തിലാണ് അവർ ജീവിക്കുന്നത്. അവർക്കിപ്പം ഒരു ക്യാൻസർ പേഷ്യൻ്റ് വരെയുണ്ട് അവിടെ. ഒന്ന് ഹോസ്പിറ്റലിലൊക്കെ പോകണമെങ്കിൽ ഒരു ഓട്ടോ പോലും കയറത്തില്ല, ബൈക്ക് പോലും കയറത്തില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ എന്തെങ്കിലും ഒന്ന് തീരുമാനമാക്കി അത് അവിടെ റോഡ് വളരെ സാധാരണയിൽ താഴ്ന്ന് ജീവിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് വേറൊരു മാർഗ്ഗവും ഇല്ല. അവിടുന്ന് മാറിപ്പോയാലും വേറെ എവിടെയെങ്കിലും സ്ഥലം മേടിച്ച് ജീവിക്കാനൊന്നുള്ള സാഹചര്യമുള്ളവരല്ല. അപ്പോൾ അവർക്കൊരു വഴി കിട്ടിയാൽ വലിയ ഉപകാരം. ഒരു ചേട്ടനാണെങ്കിൽ ലൈഫിൻ്റെ വീട് കിട്ടിയിട്ട് അത് വേണ്ടെന്ന് വെച്ച്, ഒരു വണ്ടി പോലും വരാത്ത ഇതിൽ അവർക്ക് പണിയാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് അവരത് പോലും ഉപേക്ഷിച്ച്. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടിലാണ് അവരവിടെ ജീവിക്കുന്നത്. അതുകൊണ്ട് അത് എന്തെങ്കിലും കഴിവിൻ്റെ പരമാവധി ശ്രമിക്കണം എന്നാണ് വിചാരിക്കുന്നത്. അവിടെ ഒരു റോഡുണ്ടായി അവർക്ക് ഒരു താങ്ങാവണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഇരിക്കുന്നത്. വീട്ടിലേക്ക് എത്താൻ വഴിയില്ലാത്തതിനാൽ പുറംലോകത്ത് നിന്ന് ഒറ്റപ്പെട്ട് 14 നിർധന കുടുംബങ്ങൾ. തലയോലപ്പറമ്പ് 5-ാം വാർഡിലെ വെട്ടിക്കാട്ടുമുക്കിലെ എസ്തപ്പാൻ നഗർ നിവാസികളാണ് വാഹന സൗകര്യമുള്ള വഴിയില്ലാത്തതിനാൽ സ്വയം പഴിച്ച് ജീവിതം തള്ളി നീക്കുന്നത്. ഇവിടുത്തെ 14 കുടുംബങ്ങളിൽ ഭൂരിഭാഗവും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരാണ്. വെട്ടിക്കാട്ടുമുക്ക് പുണ്ടരീകപുരം റോഡുമായി ബന്ധപ്പെട്ടുള്ള നടപ്പുവഴിയിലൂടെയാണ് ഇവർ പുറംലോകത്തെത്തുന്നത്. ഒരാൾക്ക് കഷ്ടിച്ച് നടന്നു പോകാൻ കഴിയുന്ന 3 അടി നടപ്പുവഴിയാണ് ഇവർക്കുള്ളത്. ഈ നടപ്പുവഴിയിലൂടെ 200 മീറ്ററെങ്കിലും നടന്നാൽ മാത്രമേ ഗതാഗത യോഗ്യമായ വഴിയിലെത്തൂ. എസ്തപ്പാൻ നഗർ നിവാസികൾ സർക്കാരിൽ നിന്ന് അനുവദിച്ച 3 സെന്റ് സ്ഥലത്താണ് താമസിക്കുന്നത്. എസ്തപ്പാൻ നഗറിലെ ഒലേത്തുമ്യാലിൽ ശശികുമാറിന് ലൈഫ് പദ്ധതിയിൽ വീട് അനുവദിച്ചെങ്കിലും വഴിയില്ലാത്തതിനാൽ കെട്ടിട നിർമ്മാണ സാമഗ്രികൾ എത്തിച്ച് ഭവന നിർമ്മാണം നടത്താൻ കഴിയാത്ത സ്ഥിതിയാണ്. ശശികുമാർ ക്യാൻസർ രോഗിയായതിനാൽ ഭാര്യ അംബിക കൂലിപ്പണിയെടുത്ത് ലഭിക്കുന്ന തുച്ഛ വരുമാനത്തിലാണ് ശശികുമാറിന്റെ ചികിത്സയും വീട്ടുചെലവും. വഴിയില്ലാത്തതിനാൽ കെട്ടിട നിർമ്മാണ സാമഗ്രികൾ എത്തിക്കാൻ തന്നെ ലക്ഷങ്ങൾ മുടക്കേണ്ടി വരും. വഴിയില്ലാത്തതിനാൽ അസുഖം കടുക്കുമ്പോൾ വയോധികരെ ആശുപത്രിയിൽ എത്തിക്കാനാണ് ഇവർക്ക് ഏറ്റവും പ്രയാസം. ഇതിനകം വത്സല രഘുവരൻ, സുൽബത്ത്, നജീറ ബഷീർ, OK ബാബു എന്നിവർ കുടുംബത്തിലെ വയോധികരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് വീട് പൂട്ടി ബന്ധുവീട്ടിലും വാടക വീടുകളുമായി താമസം മാറി. എസ്തപ്പാൻ നഗറിന് സമീപത്തെ പൊതുകുളത്തോട് ചേർന്നുള്ള സ്വകാര്യ വ്യക്തിയുടെ ഭൂമി വിലയ്ക്ക് വാങ്ങി റോഡ് നിർമ്മിക്കാൻ ഇടയ്ക്ക് ഊർജിതമായ ശ്രമം നടത്തിയെങ്കിലും സ്ഥലം ഏറ്റെടുക്കാൻ ആവശ്യമായ തുക കണ്ടെത്താൻ കഴിയാതെ വന്നതോടെ ഇത് നിലച്ചു. കുടിവെള്ളം ലഭിക്കാതിരുന്ന ഇവിടെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിരുന്ന തങ്കമ്മ വർഗീസിന്റെ ശ്രമഫലമായി കുടിവെള്ള ടാങ്ക് സ്ഥാപിച്ച് വീടുകളിൽ വെള്ളം എത്തിച്ചു. തങ്ങളുടെ ദുരിത ജീവിതം കണ്ടറിഞ്ഞിട്ടുള്ള തങ്കമ്മ വർഗീസ് ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി സ്ഥാനമേറ്റതിനാൽ തലയോലപ്പറമ്പ് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിവയുടെ സഹകരണത്തോടെ തങ്ങളുടെ വീടുകളിലേക്ക് വാഹനമെത്താൻ സൗകര്യമൊരുക്കുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ.